ഇന്ന് ഞാൻ തട്ടുകട സ്റ്റൈലിൽ വളരെ രുചികരമായിട്ട് നമുക്ക് എങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മസാലകളൊക്കെ വളരെ കറക്റ്റായി ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈക്ക് വളരെ രുചി ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ ഞാനത് മസാലകളൊക്കെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കന് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ സ്കിന്നൊക്കെ ഉള്ള ചിക്കനാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇത് ഓരോരോ പീസുകളാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ മുറിക്കുമ്പോൾ അതിൻ്റെ ഓരോരോ പാർട്ടുകളായിട്ട് നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മുറിക്കാൻ പറ്റും. കാരണം നമ്മൾ കത്തി കൊണ്ട് അവിടെയും ഇവിടെയൊക്കെ വെക്കുന്നത് കൊണ്ടാണ് നമുക്കത് ശരിക്കും മുറിച്ചെടുക്കാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ ഈ ലെഗ് ഭാഗം അതേപോലെ നടുഭാഗം ഒക്കെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മുറിച്ചെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേഗം പണി തീർന്ന് കിട്ടും. അപ്പോൾ അതേപോലെ നിങ്ങൾ മുറിച്ചെടുക്കാം. അധികം ചെറിയ പീസൊക്കെ ഒന്നും വേണ്ട. ഈ ലെഗിൻ്റെ ഈ ബോണിൻ്റെ അവിടെ വെച്ചിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അത് 2 പീസായിട്ട് കിട്ടും. അതേപോലെ നടുഭാഗം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. നമുക്ക് പലപ്പോഴും ചിക്കൻ മുറിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ഈ എല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ വെട്ടുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിൻ്റെ അവിടെയും നമുക്ക് മുറിക്കാനുള്ള ഒരു ജോയിൻ്റ് ഉണ്ടാവും. ആ ജോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് മുറിച്ചതിന് ശേഷം നമ്മൾ ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ വെച്ചിട്ട് ഓരോന്നായിട്ടാണ് ഞാനിവിടെ കഴുകിയെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ കംഫർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് വരയണം. ഇത് നമ്മളിങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് വരയണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലകളൊക്കെ തേക്കുമ്പോൾ ചിക്കനിൽ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് വരയുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മസാലകളൊക്കെ ഇതിലൊക്കെ പിടിച്ച് ചിക്കന് ഒരു പ്രത്യേക രുചി ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഇതിൽ കൊണ്ട മസാലകളൊക്കെയാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബോള ചെറിയ പീസാക്കിയിട്ട് ഞാനിതിൽ മുറിച്ചിടുന്നുണ്ട്. ഒരു ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് സബോള അല്ലെങ്കിൽ വലിയ സബോളയാണ് നിങ്ങളുടെ കയ്യിൽ ഏതുള്ളതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. അപ്പോൾ ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ഇതിലിട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ പച്ചമുളക് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടെടുക്കാം. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ടെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഒരു കാരണവശാലും നമുക്ക് ഇതിലേക്ക് ചിക്കനിലേക്ക് മസാല തേക്കുമ്പോൾ ഒഴിവാക്കാൻ പാടില്ല. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് ശരിക്കും ഇതിന് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഞാനിവിടെ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ അളവൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ അളവ് കൂട്ടണം. ഇതിപ്പോൾ 1 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് ഞാനിവിടെ പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില നമുക്ക് ഒരു 2 തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രൈൻഡറിൽ അടിക്കുമ്പോൾ കുറച്ചൊന്ന് വെള്ളമുള്ളത് കൊണ്ട് കുറച്ച് പെട്ടെന്ന് ലൂസായിട്ടൊന്ന് അടിഞ്ഞു കിട്ടും. അപ്പോൾ ചെറുനാരങ്ങ നീര് നമ്മൾ ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അടിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ അരച്ചെടുക്കണം. തരിതരിപ്പായിട്ടല്ല, നല്ല പോലെ തന്നെ അരച്ചെടുക്കണം. ഇത് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ചിക്കനിലേക്ക് നല്ലപോലെ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൈൻഡറിലിട്ടിട്ട് അരയുന്ന സമയത്ത് ഇത് ശരിക്കും നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടണില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂണ് വെള്ളമൊക്കെ ഒന്ന് ചേർക്കാം. നിങ്ങൾ ഇതിപ്പോൾ എങ്ങനെ അരയ്ക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിന് പകരം ഞാൻ ഇവിടെ ചെറുനാരങ്ങ നീര് ചേർത്തത് കൊണ്ട് എനിക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടുന്നുണ്ട്. നമുക്ക് ഏതായാലും ചിക്കനിലേക്ക് ചെറുനാരങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പിൽ തന്നെ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ഇതിപ്പോൾ ഒരു പച്ച കളറിൽ കാണുന്നത് ഇതിൽ കറിവേപ്പിലയൊക്കെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ. ശരിക്കും ഇതിൽ കറിവേപ്പില ചേർക്കണം. കറിവേപ്പില, സബോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ പാടില്ല. ശരിക്കും ഈ ഒരു മസാലയാണ് ശരിക്കും ചിക്കൻ ഫ്രൈക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്.
പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ മീറ്റ് മസാല പൗഡർ 1/2 ടീസ്പൂണ്, മല്ലി 3/4 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുളക് പൊടി 1 ടേബിൾ ടീസ്പൂൺ മാത്രം ചേർത്തത്. അപ്പോൾ കുരുമുളക് പൊടി 1 ടേബിൾ ടീസ്പൂൺ ചേർത്തു. അപ്പോൾ കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടി 2 ടേബിൾ ടീസ്പൂൺ ചേർക്കാം, കുരുമുളക് പൊടി ഒഴിവാക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്തിട്ട് ചുരുങ്ങിയത് 4 മണിക്കൂർ വെക്കണം. ഇനി നമ്മൾ ഈ 4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്കിത് ഫ്രൈങ് പാനിൽ ഇട്ടിട്ട് പൊരിക്കാം. പിന്നെ 4 മണിക്കൂറിൽ കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിതിപ്പോൾ ചുരുങ്ങിയൊരു ടൈമാണ് പറയുന്നത്. അതിനുശേഷം 4 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഒരു ഫ്രൈങ് പാനിൽ 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇപ്പോൾ ചിക്കൻ ഇടുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി ചിക്കൻ ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം. പിന്നീട് നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം നമ്മൾ ഇവിടെ ചിക്കൻ ഒരു ഭാഗം നമുക്ക് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ, ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ മറിച്ചിടും. ആ സമയത്ത് നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തൊക്കെ വേഗം കരിയും, പക്ഷേ ഉള്ളിൽ വേവില്ല, സോഫ്റ്റ് ഉണ്ടാവില്ല ചിക്കന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നീട് നമുക്ക് ചിക്കൻ റെഡിയായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് പൊരിച്ചെടുക്കണം. പിന്നെ ഇതിപ്പോൾ ചെറിയ പാനായതുകൊണ്ട് ഇതിൽ നമുക്കിപ്പോൾ 1 കിലോ ചിക്കൻ ഫുള്ള് ഒറ്റ ട്രിപ്പിന് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രിപ്പ് ചിക്കൻ പൊരിച്ച് കോരിയതിന് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1 കിലോ ചിക്കനുള്ളൂ, അതുകൊണ്ട് തന്നെ ഓയിൽ അധികം കച്ചറയാവാത്തത് കൊണ്ട് നമ്മൾ ഈ ഓയിലിൽ തന്നെ ഇട്ടിട്ടാണ് ഇവിടെ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാ ചിക്കൻ ഫ്രൈയും നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് പൊരിച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ സബോള, ചെറുനാരങ്ങ, പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പൊരിക്കുകയാണെങ്കിൽ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.